പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. എൻ്റെ ഫിസിക്സ് +1 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ആപേക്ഷിക ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് ആപേക്ഷിക ഡെൻസിറ്റി? മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ് ആപേക്ഷിക ഡെൻസിറ്റി അഥവാ സ്പെസിഫിക് ഡെൻസിറ്റി എന്ന് പറയും. എന്താണ് സ്പെസിഫിക് ഡെൻസിറ്റി പറയാൻ കിട്ടുമോ? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡെൻസിറ്റി. സ്പെസിഫിക് ഡെൻസിറ്റി ഇപ്പൊ നോക്കുക. ഇപ്പൊ നമ്മള് ഇങ്ങനെ സാധനം കണ്ട ഡെൻസിറ്റി 3 ഗ്രാമാന്ന് കിട്ടി അല്ലേ? ആപേക്ഷിക സാന്ദ്രത ഡെൻസിറ്റിയുടെ പേര്. അതായത് ഇപ്പൊ ഇതിന്റെ ഡെൻസിറ്റി 3 ഗ്രാമാണ് അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരു മാസ് 15 ഗ്രാം മാസ് ഉണ്ട്, അതിന്റെ വോളിയം 5 ഗ്രാം ആണെങ്കിൽ ഒരു യൂണിറ്റ് വോളിയത്തിന് ഉണ്ടാകുന്ന മാസ് 3 ഗ്രാം ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ 3 ഗ്രാമിനെ വിളിക്കുന്ന പേരാണ് ഏത്? ആ വസ്തുവിന്റെ ഡെൻസിറ്റി. ആപേക്ഷിക ഡെൻസിറ്റി അപേക്ഷിച്ച്, സാധാരണ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആരാണ് അപേക്ഷിച്ച് ഹൈറ്റ് എന്ന് പറയും. നമ്മളൊരാള് ഇപ്പൊ നോക്കുക, 2 വ്യക്തികളെ തമ്മിൽ നമ്മൾ ആരെ ഉയരം നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഉയരം പറയാ അല്ലേ? ആരാ ഉയരം കൂടുതൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? 2 പേരെ കമ്പയർ ചെയ്യണം. ഞാൻ ഉയരം കൂടുതലാണോ കുറവാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉയരമുള്ള ആളാണോ ഉയരം കുറഞ്ഞ ആളാണോ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വേറെ ആൾ പറയുമ്പോൾ എന്നേക്കാൾ ഉയരമുള്ള ആളെടുത്ത് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എന്നെ ഉയരം കുറവാന്ന് പറയും, എന്നേക്കാളും ഉയരം കുറഞ്ഞ ആൾ പറയാൻ ഞാൻ ഉയരം കൂടുതലാന്ന് പറയും. അങ്ങനെയല്ല ചെയ്യുക. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലോ കുറയാൻ പറ്റുന്നുള്ളത്. നമ്മളിപ്പോ ഇതിന്റെ ഡെൻസിറ്റി അപ്പം കമ്പയർ ചെയ്ത് പറയും. ഏതുമായിട്ടാണ്? ഈ ഡെൻസിറ്റിനെ വേറൊരു വേറൊരു സാധനത്തിന്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്ത് പറയും. സാധാരണ വെള്ളത്തിന്റെ ഡെൻസിറ്റി ആയിട്ടാണ് കമ്പയർ ചെയ്ത് പറയാം. അപ്പൊ വെള്ളത്തിന്റെ എത്ര മടങ്ങാണ് നോക്കുക. അങ്ങനെ മടങ്ങ് നോക്കുക. ഇപ്പൊ നമ്മൾ നോക്കുക, 10 5ന്റെ എത്ര മടങ്ങാണ്? 10 എങ്ങനെ 2 മടങ്ങ് ഹരിച്ചു നോക്കുക അല്ലേ? എത്ര വട്ടം ചേർന്നാൽ 10 ആവും? 2 പ്രാവശ്യമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മടങ്ങ് കണ്ടുപിടിക്കുക? 5ന്റെ എത്ര മടങ്ങാണ് 10 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? 10നെ 5 കൊണ്ട് ഹരിച്ചു വെക്കും. അപ്പൊ 2 കിട്ടുമ്പോൾ 5ന്റെ 2 മടങ്ങാണ് 10 എന്ന് പറയും. അപ്പൊ നമുക്ക് ഡെൻസിറ്റി, വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്ര മടങ്ങാണ് ഒരു വസ്തുവിന്റെ ഡെൻസിറ്റി എന്നുള്ളത് ആ വസ്തുവിന്റെ ആപേക്ഷിക ഡെൻസിറ്റി എന്ന് പറയും. വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്രയാ? 1. ഈ വസ്തുവിന്റെ ഡെൻസിറ്റി എത്രയാ? 3 ഗ്രാം. അപ്പൊ എത്ര മടങ്ങാണ് വെള്ളത്തിന്റെ? 3 മടങ്ങ്. അപ്പൊ സ്പെസിഫിക് ഡെൻസിറ്റി എത്രയെന്ന് പറയും? 3 മടങ്ങ്. അപ്പൊ ഇതില് വെള്ളത്തിന്റെ ഇപ്പൊ വസ്തുവിന്റെ ഡെൻസിറ്റി അല്ലേ 3 ഗ്രാം, വെള്ളത്തിന്റെ ഡെൻസിറ്റി 1 ഗ്രാം വെട്ടുമ്പോ ഇതിന്റെ 3 കിട്ടും, 3 മടങ്ങാണെന്ന് കിട്ടും. അപ്പൊ വെള്ളത്തിന് 1 ഗ്രാം ഉണ്ടെങ്കിൽ ഇതിന് 3 ഗ്രാം ഉണ്ടെന്ന് പറയും. ഇപ്പൊ നാം ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു ഉത്തരം പറയണം. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, യുക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോ മെർക്കുറിയുടെ ഡെൻസിറ്റി 13.7 മടങ്ങാണെന്ന് പറഞ്ഞാൽ 13.7 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക? വെള്ളത്തിന്റെ 13.7 മടങ്ങുണ്ട്. അപ്പൊ വെള്ളത്തിന് 1 ഗ്രാം ആണെങ്കിൽ എത്രയായിരിക്കും? എന്ന് വെച്ചാല് മെർക്കുറി ഇതുപോലത്തെ ഒരു പീസ് എടുത്ത് അതിന്റെ 13 ഗ്രാം ഉണ്ടാവും. വെള്ളത്തിന് 1 ഗ്രാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് മെർക്കുറി, വെള്ളത്തിന്റെ ഡെൻസിറ്റി 1 ഗ്രാം ഇതുപോലത്തെ ഒരു കട്ടയ്ക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ മെർക്കുറിക്ക് ഇതുപോലത്തെ ഒരു കട്ടയ്ക്ക് എത്ര ഉണ്ടായിരിക്കും? 13.7 ഇരട്ടി ഭാരം ഉണ്ടായിരിക്കും. അപ്പൊ ആപേക്ഷിക ഡെൻസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ഇപ്പൊ ആൽക്കഹോളിന്റെ ഡെൻസിറ്റി, സ്പെസിഫിക് ഡെൻസിറ്റി 0.7 എന്ന് പറഞ്ഞു വിചാരിക്കുക. ആൽക്കഹോളിന്റെ, അതായത് വെള്ളത്തിന്റെ 0.7 മടങ്ങാണ് ആൽക്കഹോളിന്റെ ഡെൻസിറ്റി അല്ലേ? ആ വെള്ളത്തിന്റെ ഡെൻസിറ്റി 1 ഗ്രാം ആണെങ്കിൽ അതിന്റെ 0.7 മടങ്ങണ്ട പോരെ? എന്തിന്റെ കിട്ടും? ആൽക്കഹോളിന്റെ ഡെൻസിറ്റി കിട്ടും. അപ്പൊ ഡെൻസിറ്റി, സ്പെസിഫിക് ഡെൻസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ
അതിന് 1 ഗ്രാം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അല്ല ഒരു വെള്ളത്തിന്റെ 1 യൂണിറ്റ് ഡെൻസിറ്റി കൊണ്ട് ഗുണിച്ചാൽ ആ വസ്തുവിന്റെ ഡെൻസിറ്റി കിട്ടും. മനസ്സിലായോ എന്താ കാരണം? അപ്പോൾ നമുക്ക് ഒരു സാധനത്തിന്റെ വില 5 രൂപ വിചാരിക്കുക. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആപ്പിളിന്റെ വില 10 രൂപ. ആപ്പിളിന്റെ 10 മടങ്ങുണ്ട് വിലയുണ്ട്. അവക്കാഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് പറയാ, ഒരു ആപ്പിളിന്റെ 10 മടങ്ങാണ് അവക്കാഡോ വില. അപ്പൊ ആ ഒരു ആപ്പിളിന് 10 രൂപ അവക്കാഡോക്ക് എത്ര ഉണ്ടാവും? 100 രൂപ. 12 രൂപ ഉണ്ടെങ്കിൽ 120 രൂപ. അങ്ങനെ കണ്ടുപിടിക്കാലോ. എന്ന പോലെ മടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? വെള്ളത്തിന്റെ ഡെൻസിറ്റിയുടെ എത്ര മടങ്ങാണ് മറ്റൊരു വസ്തു ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മടങ്ങ് അറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഡെൻസിറ്റിനെ 10 മടങ്ങ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സാധനത്തിന്റെ മടങ്ങ് കിട്ടും അല്ലേ? വെള്ളത്തിന്റെ 1 ഗ്രാം ആണെങ്കിൽ ഇതിന്റെ ഡെൻസിറ്റി ഇപ്പൊ മെർക്കുറിയുടെ 13.7 മടങ്ങ് എന്ന് പറഞ്ഞാൽ 13.7 മടങ്ങ്. ആൽക്കോളിന്റെ 0.7 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഗുണിക്കുക അല്ലേ? അത്രയുള്ള സിമ്പിൾ. അപ്പൊ നമുക്ക് ഗുണിക്കുമ്പോ കുറവായിരിക്കും, സംഖ്യ കുറവായിരിക്കും. 0.7 ഗ്രാം എന്നൊക്കെ കിട്ടും. 1 ഗ്രാമിന് കുറവാണ് 0.7 ഗ്രാം, അത്രയെന്നുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കണ്ടുപിടിക്കാം. ഇത് വെള്ളമല്ല, മറ്റൊരു ദ്രാവകമാണ് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ ദ്രാവകത്തിന്റെ സ്പെസിഫിക് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. ഡെൻസിറ്റി കണ്ടുപിടിക്കണം. നമുക്കറിയില്ല, ഡെൻസിറ്റി അറിയില്ല. ഇതിന്റെ വോളിയം കണക്കാക്കാനും നമുക്കിപ്പോൾ അറിയില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കാം. നമുക്ക് വോളിയം വെള്ളത്തിന്റെ വോളിയം അറിയാം, പക്ഷെ ഇതിന്റെ ഡെൻസിറ്റി ഭാരം നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നു വിചാരിക്കാം. നമ്മുടെ കയ്യിലുള്ളത് ഇതുപോലത്തെ ഒരു കല്ല് തന്നിട്ടുണ്ട്, ഒരു സ്പ്രിംഗ് ത്രാസ് തന്നിട്ടുണ്ട്, ഒരു ചരട് തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതുപോലത്തെ 2 തന്നിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലത്തെ വേറൊരു പാത്രം തന്നിട്ടുണ്ട്. ആ പാത്രത്തില് എന്തുണ്ട്? ഇതുപോലെ വെള്ളം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 ബീക്കർ തന്നിട്ടുണ്ട്. ഒന്നിലൊരു ഇതേ ഒരു ദ്രാവകമുണ്ട്, മറ്റേല് വെള്ളമുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് ഒരു ഇതുപോലത്തെ ഒരു കല്ല് തന്നിട്ട്, ഒരു ചരട് തന്നിട്ട്, ഒരു സ്പ്രിംഗ് ഗ്ലാസ് തന്നിട്ടുണ്ട്. അത് ഭാരം കാണാനായിട്ട്. എന്നിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ ദ്രാവകത്തിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ അത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ പടിപടിയായിട്ട് ഉയർന്നു പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യം സിമ്പിളായിട്ട് പഠിച്ച് മനസ്സിലാക്കാം. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കുക, ഈ ഒരു കല്ല് നമ്മൾ ഇതിന്റെ വോളിയം കണ്ടുപിടിക്കയിൽ നിന്ന് മുക്കി നോക്കിയാൽ മതി അല്ലേ? അതിന്റെ വോളിയം കിട്ടുമല്ലോ. അപ്പൊ ഇതിന്റെ വോളിയം കിട്ടും. നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റുക? ത്രാസില് ഒരു ചരടുമ്പ് കെട്ടി തൂക്കിയിട്ട് അതിന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മാസ് കണ്ടുപിടിക്കാൻ പറ്റും. മാസം കണ്ടുപിടിക്കാം. ആ മാസും വോളിയം കണ്ടുപിടിച്ച് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ നമുക്ക്? ഇതിന്റെ മാസം അറിയാം, വോളിയം അറിയാം അല്ലേ? മാസും വോളിയം നമുക്കറിയാം. അല്ല, മാസും വോളിയം നമുക്കറിയാം. ഇത് പൊക്കി കഴിഞ്ഞാൽ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് വോളിയം കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കുക? ആദ്യം ഇതിന്റെ വെള്ളത്തിന് മുക്കിയ വോളിയം കിട്ടൂല. അപ്പൊ വോളിയം കിട്ടി. അപ്പൊ അത് വോളിയം 5 ഘന സെന്റിമീറ്റർ എന്ന് കിട്ടിയിരിക്കുക. എന്ത്
5 ഘന സെന്റിമീറ്റർ എന്ന് വോളിയം കിട്ടി. 15 ഗ്രാം ഏതുണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വെള്ളത്തിന്റെ ഡെൻസിറ്റി നമുക്കറിയാം, ഘന സെന്റിമീറ്ററിന് ഒരു ഇതായത് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളിത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാല് എത്ര വോളിയം ഇത് കാണിക്കും? പൊന്തുന്ന വോളിയം 5 ഘന സെന്റിമീറ്റർ വോളിയം പൊന്തും. അപ്പൊ ഇതിന്റെ വോളിയം കിട്ടി ഇല്ലേ? ആദ്യം വെള്ളത്തിൽ നമ്മളത് മുക്കുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ മുക്കുന്നു. അപ്പൊ എത്ര ഈ 15 ഗ്രാം എന്നുള്ളത് എത്ര ഗ്രാം ആയിട്ട് കുറഞ്ഞു കാണും? 5 അല്ലേ? ഇത് ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം എത്രയായിരിക്കും? 5 ഘന സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏതൊക്കെയാണ് വെള്ളത്തിന്റെ വോളിയം. വെള്ളത്തിന്റെ വോളിയത്തെ നമുക്ക് V എന്ന് കൊടുക്കാം, ഡെൻസിറ്റിനെ D എന്ന് കൊടുക്കാം, G എന്ന് കൊടുക്കാം. ഡെൻസിറ്റി 1. അപ്പൊ 5×1 5 G ആണ് അതിന്റെ ഇത്. മറ്റേത് 15 G അല്ലേ? അല്ല, അതിന് G 9.8 എന്ന് പറഞ്ഞതാണ് G. ആ G എന്ന് ഇട്ടാ മതി. 15 G ഇത് കാണിക്കുക. ഇതിന്റെ വെയിറ്റ് ഈ ക്ലാസ്സിൽ 15 G ആണ് കാണിക്കുക. മറ്റേത് 5 G കുറവ് അല്ലേ? ഇത് 5 G കുറവ് കാണിക്കും. അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് എത്രയാണ്? 5 G അല്ലേ? ഈ സാധനത്തിന് വെയിറ്റ് എത്ര കാണിക്കുള്ളത്? മുക്കി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് 10 G ആയിരിക്കും കാണിക്കുക അല്ലേ? അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് എത്രയാ? ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ ഈക്വൽ ടു 5G അല്ലേ? 5G ആയിരിക്കും. 5G എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5×1G G അത് 1 ഗ്രാം കേട്ടോ. G 1 ഗ്രാം. അതിന്റെ 1 ഗ്രാം × G ആണ് കിട്ടുക. അങ്ങനെയാണ് 5G ഗ്രാം എന്ന് കിട്ടുന്നത് കേട്ടോ. അത്ര ശ്രദ്ധിച്ചാൽ മതി നിങ്ങള്. ഇനി നോക്കുക, ഇത് മറ്റൊരു ഈ ദ്രാവകത്തിൽ മുക്കുമ്പോ അതിനുണ്ടായിരുന്ന വെയിറ്റ് ലോസ് 3.75 G എന്ന് വിചാരിക്കുക. അത് ഇതില് നമ്മള് ഈ വെള്ളത്തിൽ മുക്കിയപ്പോ എത്ര കിട്ടിയത്? വെയിറ്റ് ലോസ് 5 G കിട്ടി. ഇതില് മുക്കിയപ്പോ എത്ര കിട്ടിയത്? വെയിറ്റ് ലോസ് 3.5 ഗ്രാം കുറഞ്ഞുള്ളൂ. അപ്പൊ ആ വെള്ളം മുകളിലേക്ക് തള്ളിയിട്ടുള്ള അത്ര ഇല്ല. അതിന് വോളിയം തന്നെയല്ലേ ഇത് അതിന്റെ? കാരണം എന്താ? ഈ കല്ല് തന്നെയാണ് ഇതിലിടുന്നത്. അപ്പൊ ഇതിന്റെ വോളിയം അത് തന്നെയാ. പക്ഷെ ഈ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും ഇല്ലേ? അതിനെ ഈ G ശരി തന്നെയാ അല്ലേ? അപ്പോ ഇത് ഇങ്ങനെ കിട്ടിയപ്പോഴാണ് 3 ഗ്രാം ഇത് കിട്ടിയത് അല്ലേ? 3.5 ഗ്രാം എന്ന് കിട്ടിയത്. മറ്റേത് 5 ഗ്രാം കിട്ടിയത് 3.5 ഗ്രാം. അപ്പൊ ഈ 5 ഗ്രാം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഇത് വെള്ളത്തിന്റെ, ഇത് വെള്ളം, ഇത് ഇതിന്റെ ഇത് ദ്രാവകം അല്ലേ? ഇനി ദ്രാവകത്തിന്റെ ലോസ് ഓഫ് വെയിറ്റിനെ വെള്ളത്തിന്റെ ലോസ് ഓഫ് വെയിറ്റ് കൊണ്ട് ഹരിക്കാൻ വിചാരിക്കുക. എന്താ കിട്ടുക? വെള്ളത്തിന്റെ ലോസ് ഓഫ് വെയിറ്റ് ഇല്ലേ? ദ്രാവകത്തിലെ ഇതിനുണ്ടായ വെയിറ്റ് ലോസ് ഇല്ലേ? അതിന് വെള്ളത്തിന്റെ വെയിറ്റ് ലോസ് കൊണ്ട് ഹരിച്ചു നോക്കിയേ, എന്ത് സംഭവിക്കാന്ന് നോക്കിയേ. ദ്രാവകത്തിന്റെ വെയിറ്റ് ലോസ് ദ്രാവകത്തിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് ഹരിച്ചു നോക്കുക. എന്ന് വെച്ചാൽ 5 × 1G × G
സമം അല്ല ഹരിച്ചു നോക്കാന്ന് പറയുമ്പോ അതായത് വെയിറ്റ് ലോസ്, ദ്രാവകത്തിന്റെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വോള്യം അല്ലെ, വോള്യം ഇൻറ്റു അല്ലെ, അതിന്റെ വോള്യത്തെ 5 ഇത് തന്നെയാ, ഇൻറ്റു ഡെൻസിറ്റി അറിയില്ല, പിന്നെ ജി അറിയാം അല്ലേ, D1 G കണ്ടുപിടിച്ചപ്പോ എത്രയെന്ന് കിട്ടി? 3.5 കിട്ടി അല്ലേ, ജി ഗ്രാം കിട്ടി. ഇനി അതാണ് ഡെൻസിറ്റി. ഇനി വെള്ളത്തിലെ വെയിറ്റ് ലോസ് 5 × 1 ഗ്രാം ഇൻറ്റു ജി അല്ലേ, 3 ജി ഗ്രാം. മറ്റേത് 5.5 ജി ഗ്രാം എന്ന് കിട്ടി. ഇത് ഹരിച്ച്, അതായത് ആ വെയിറ്റ് ലോസ് ഹരിക്കാന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഹരിക്കുക അല്ലേ, ഇത് തമ്മിൽ ഹരിക്കാൻ ഇത് ഹരിച്ചാൽ പോരാ. അപ്പൊ ഇതിന്റെ എത്ര മടങ്ങുണ്ടെന്ന് കിട്ടില്ലേ. അപ്പൊ ഗ്രാമൊക്കെ വെട്ടിപ്പോയി, ജിയൊക്കെ വെട്ടിപ്പോയി, ഗ്രാം വെട്ടിപ്പോയി, ജിയും വെട്ടിപ്പോയി. അപ്പോ 0.7 കിട്ടും. എത്രയാണ് എന്ന് വെച്ചാല് 0.7 എന്താ നോക്കാം. ഇവിടെ ഇത് വെട്ടിപ്പോവും, 5 വെട്ടിപ്പോവും, ജിയും ജെയും വെട്ടിപ്പോവും. ഇതെന്താ ഇതിന്റെ ദ്രാവകത്തിന്റെ ഡെൻസിറ്റി, വെള്ളത്തിന്റെ ഡെൻസിറ്റി. അപ്പൊ ഇതെന്താ കിട്ടിയത്? ഇത് ദ്രാവകത്തിന്റെ ഡെൻസിറ്റിയിലെ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൊണ്ട് ഹരിച്ചാൽ ആപേക്ഷിക ഡെൻസിറ്റി അല്ലേ. എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ എത്ര മടങ്ങുണ്ട്, എത്ര മടങ്ങുണ്ട് കിട്ടിയേ? 0.7. അപ്പോ ഈ ദ്രാവകത്തിന്റെ ഇത് ഹരിച്ച ഉത്തരം, അതായത് നമ്മള് ദ്രാവകത്തില് വസ്തുവിന്റെ ലോസും വെയിറ്റ് ലോസും അതുപോലെ വെള്ളത്തിന്റെ വെയിറ്റ് ലോസും തമ്മിൽ ഹരിച്ചാൽ കിട്ടുന്ന എന്തായിരിക്കും കിട്ടുക? ഡെൻസിറ്റികള്, അത് ഡെൻസിറ്റികള് ഹരിച്ചതിന് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ ദ്രാവകത്തിന്റെ ഡെൻസിറ്റി, ഇത് വെള്ളത്തിന്റെ ഡെൻസിറ്റി അല്ലേ. അപ്പോ ദ്രാവകത്തിന്റെ ഡെൻസിറ്റി ബൈ വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആപേക്ഷിക ഡെൻസിറ്റി അഥവാ സ്പെസിഫിക് ഡെൻസിറ്റി അല്ലേ. അപ്പൊ ഇതിന്റെ സ്പെസിഫിക് ഡെൻസിറ്റി എത്രയാ? 0.7 എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിന്റെ 0.7 മടങ്ങാന്ന്. വെള്ളത്തിന്റെ 7 മടങ്ങ് 0.7 മടങ്ങെന്ന് വെച്ചാൽ വെള്ളത്തിന് 1 ഗ്രാം ആണെങ്കിൽ 0.7 ഗ്രാം അല്ല, ഇന്ത്യ 0.7 വെച്ചാൽ 0.7 ഗ്രാം. അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി എത്ര? 0.7 ഗ്രാം എന്ന് കിട്ടിയില്ലേ? കുറവാണ്. ഡെൻസിറ്റി കിട്ടിയോ? 0.7 ഗ്രാം എന്ന് കിട്ടിയില്ലേ? 0.7. അപ്പൊ എന്ത് കണക്കാക്കിയാൽ മതി? ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക ഡെൻസിറ്റി കാണാനായിട്ട് ഒരു വസ്തു വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് അതിന്റെ വെയിറ്റ് ലോസ് കാണുക. അത് ആ വസ്തുവിനെ വേറെ ദ്രാവകത്തിൽ മുക്കുക, എന്നിട്ട് അതിന്റെ വെയിറ്റ് ലോസ് കാണുക. അവ തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ ദ്രാവകത്തിന്റെ വെയിറ്റ് ലോസിനെ ദ്രാവകത്തിലെ വെയിറ്റ് ലോസിനെ വെള്ളത്തിലെ വെയിറ്റ് ലോസ് കൊണ്ട് ഹരിച്ചാൽ എന്തിന് തുല്യമായിരിക്കും? ആപേക്ഷിക ഡെൻസിറ്റി ഹരിച്ചതിന് കണ്ടുപിടിച്ചതിന് തുല്യമായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏതൊരു ദ്രാവകത്തിന്റെയും ആപേക്ഷിക ഡെൻസിറ്റി എങ്ങനെയും കണ്ടുപിടിക്കാം. മനസ്സിലായേ? അപ്പൊ ആപേക്ഷിക, അതായത് ശരിക്കും നമ്മൾ മാത്തമാറ്റിക്കല് എഴുതുമ്പോൾ ദ്രാവകത്തിന് V വോള്യം ദ്രാവകത്തിന് വിചാരിക്കുക, D1 ഡെൻസിറ്റിയാണ് ദ്രാവകത്തിന് വിചാരിക്കുക, G അല്ലാതെ ഇതായിരിക്കില്ലേ. ഇതാണ് ദ്രാവകത്തിലെ വെയിറ്റ് ലോസ്. വെള്ളത്തിന്റെ ഇത് V തന്നെയായിരിക്കും, വെള്ളത്തിൽ മുക്കുമ്പോൾ അത് തന്നെയായിരിക്കും. ഡെൻസിറ്റി D എന്ന് കൊടുക്കുക, മറ്റേതിൽ G തന്നെയായിരിക്കും. ഇപ്പൊ തമ്മിൽ ഹരിച്ചതൊക്കെ വെട്ടിപ്പോവും. അപ്പോ ഇതിന്റെ വെയിറ്റ് ലോസിന്, ദ്രാവകത്തിലെ വെയിറ്റ് ലോസിന് ഇതിന്റെ താഴത്തെ വെള്ളത്തിലെ വെയിറ്റ് ലോസിന് ഹരിച്ചാൽ കിട്ടുന്ന എന്തിന് തുല്യമായിരിക്കും? അതായത് ഡെൻസിറ്റികളുടെ ഹരണബലത്തിന്, ഉത്തരം ഡെൻസിറ്റികളുടെ ഹരണബലത്തിന് തുല്യമായിരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ആപേക്ഷിക ഡെൻസിറ്റിക്ക് അങ്ങനെ ഹരിച്ചിട്ട് ആപേക്ഷിക ഡെൻസിറ്റി അല്ലേ, അപ്പൊ ആപേക്ഷിക ഡെൻസിറ്റിക്ക് തുല്യമായിരിക്കില്ലേ. അപ്പോ നമുക്ക് വെള്ളത്തിന് ഇതെന്ത് കണ്ടുപിടിക്കാൻ പറ്റും?
അതിന് പറയും ഇംഗ്ലീഷിൽ പറയും സ്പെസിഫിക് ഡെൻസിറ്റി. സ്പെസിഫിക് ഡെൻസിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനെ വെള്ളത്തിന്റെ ഡെൻസിറ്റി 1 ആയതുകൊണ്ട് 1 കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ അതും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോയൻസിയിലെ ഒരുവിധം ഇതൊക്കെ കഴിഞ്ഞു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.